നമസ്കാരം. ജനാധിപത്യം, സ്വാതന്ത്ര്യം, മാധ്യമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നാണ് നമ്മുടെയെല്ലാം ചിന്ത. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനാധിപത്യ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ ഉരുവം കൊണ്ട കാലത്ത് നാം ഇന്ന് കാണുന്നത് പോലെയുള്ള മാധ്യമങ്ങളെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഈ കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുകയാണ് മാധ്യമ വിചാരം എന്ന പങ്ക്തിയിൽ പ്രശസ്ത മാധ്യമ നിരീക്ഷകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ എന്ന പദത്തിന് മലയാളത്തിൽ തിരഞ്ഞെടുപ്പ് എന്നും പത്രങ്ങൾ മാറി മാറി പറയുന്നുണ്ട്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണത്. പക്ഷെ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും പത്രങ്ങൾ സാധാരണ ഗൗനിക്കാറില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് എന്നും സൗകര്യപൂർവ്വം എഴുതുന്നു. അതൊരു പൊതു രീതിയായി മാറിയിട്ടുമുണ്ട്. ജനാധിപത്യത്തിൽ അധികാരം നിയമത്താൽ നിയന്ത്രിതവും പരിമിതവുമായിരിക്കും. നിയമത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണമുണ്ട്, ജുഡീഷ്യറിയുടെ നിയന്ത്രണമുണ്ട്. ഇത് രണ്ടിനും പുറമെ ജനങ്ങളുടെ നിയന്ത്രണമുണ്ട്. ജനങ്ങളുടെ നിയന്ത്രണം പ്രത്യക്ഷത്തിൽ പ്രകടമാക്കപ്പെടുന്ന സന്ദർഭമാണ് തിരഞ്ഞെടുപ്പ്. ജനാധിപത്യം എന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനും മറ്റ് ഭരണ സംവിധാനങ്ങളും അധികാര കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് ഭരണഘടനയുടെ നിർദ്ദേശമനുസരിച്ചാണ് 5 വർഷം കൂടുമ്പോൾ ഈ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. കേരളത്തോടൊപ്പം മറ്റു ചില സംസ്ഥാനങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെ അസം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുമുണ്ട്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇപ്പോഴും. തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു ഉത്സാഹം അത് വർദ്ധിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഊഹാപോഹങ്ങളിൽ പോലും ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാലുടൻ ഓരോ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ആലോചന ആരംഭിക്കുന്നതിനൊക്കെ മുമ്പേ തന്നെ പ്രോബബിൾ കാൻഡിഡേറ്റ്സ്, ആരായിരിക്കും സ്ഥാനാർത്ഥി, അതൊക്കെ വെറും ഊഹത്തിൻ്റെയും അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതെല്ലാം വായനക്കാർ വളരെ ആകാംക്ഷയോടെയും താല്പര്യത്തോടെയും വായിക്കുകയും ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കുന്ന ആവേശകരമായ പങ്കാളിത്തം, അതിലൂടെയാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഏർപ്പാടാണ്. ജനങ്ങളാണ് ഇവിടെ അധികാരികൾ, അധികാര കേന്ദ്രം, അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് ആ ജനങ്ങൾ ഇതിൽ കാണിക്കുന്ന താല്പര്യം അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിലനിർത്തുകയും വേണം. ഇപ്പോൾ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഈ താല്പര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് മാധ്യമങ്ങളുടെ ആഘോഷമാണ്. ജനാധിപത്യത്തിലെ മഹോത്സവം എന്ന് പലപ്പോഴും തിരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ കുറേ കാലമായി തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൊടുക്കുന്ന പേജിന് നൽകുന്ന പൊതു ശീർഷകം ഡാൻസ് ഓഫ് ഡെമോക്രസി എന്നാണ്. അർത്ഥവത്താണ്. ജനാധിപത്യത്തിൻ്റെ നൃത്തം. അതൊരു ഭീകര നൃത്തമല്ല, അതൊരു ലാസ്യ ലയ നൃത്തമാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥതലങ്ങളെയും സ്പർശിക്കുന്ന നൃത്തമാണ്. അതാണ് ഡാൻസ് ഓഫ് ഡെമോക്രസി എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിനും ഒരു അടിസ്ഥാനവും ഇല്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ സർവേകളുടെ കാലമാണ്. പലതരത്തിലുള്ള സർവേകൾ. പണ്ട് ജോർജ് ഗാലപ്പ്
എന്നയാളാണ് ഈ ഗാലപ്പ് പോൾ എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന രീതിയിലുള്ള സർവേകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ജോർജ് ഗാലപ്പിൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ വളരെയേറെ മാറ്റങ്ങൾ ആ രംഗത്ത് സംഭവിച്ചു കഴിഞ്ഞു. സെഫോളജി എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണമൊക്കെ ഉള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് സർവേ എന്ന പേരിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, പ്രവചനങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാ ചാനലുകളും മാറി മാറി അത് ചെയ്യുന്നു. അവരങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറ്റം വരുമെന്ന്. ഒരു ഏതെങ്കിലും മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ഒരു വോട്ടർ ആഗ്രഹിക്കാത്ത ഒരു ഫലമാണ് പ്രവചിക്കപ്പെടുന്നതെങ്കിൽ ഒന്നുകൂടി ഉത്സാഹത്തോടെ തൻ്റെ വോട്ട് അവിടെ ഉറപ്പായും താൻ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്കോ പാർട്ടിക്കോ നൽകുന്നതിനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പോസിറ്റീവായ ഒരു വശം അതിനുണ്ട്. ആരും ഒരു വാർത്ത കൊണ്ട് നിരാശരാകുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഈ തെരഞ്ഞെടുപ്പും മാധ്യമങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധം വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രങ്ങൾ ഇല്ലാതെ, മാധ്യമങ്ങൾ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് മാധ്യമങ്ങളും ജനാധിപത്യവും എന്ന വിഷയം ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഈ ജനാധിപത്യം ഇപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ സഹായത്തോടെയാണോ ജനാധിപത്യം എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ചരിത്രം. നമ്മൾ ഈ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ പഴയ പുരാതന ഗ്രീസിലെ ആഥൻസിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം. അത് എന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് സോക്രട്ടീസിൻ്റെ ഒക്കെ കാലത്ത് ആ ആഥൻസിൽ ജനാധിപത്യം സ്ഥാപിതമായപ്പോൾ അന്ന് മാധ്യമങ്ങളൊന്നുമില്ല, പത്രങ്ങളുമില്ല. കൈകൊണ്ട് എഴുതി അല്ലെങ്കിൽ എഴുതുന്ന ഏർപ്പാട് പോലും ഉണ്ടായിക്കാണുമെന്ന് സംശയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ മാധ്യമങ്ങളുടെ സമഗ്രാധിപത്യ കാലത്ത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോൾ, അവകാശപ്പെടുമ്പോൾ, ജനാധിപത്യം ഉത്ഭവിച്ചത് ഇതൊന്നും ഇല്ലാതെയായിരുന്നു എന്ന സത്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അന്ന് അവിടെ നിന്ന് ആരംഭിച്ചത് ഈ അവരുടെ ഈ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിരുന്നത്, അതിനെല്ലാം അടിസ്ഥാനമായി അവർ വലിയ ഒരു മഹാത്ഭുതം കണ്ടുപിടിച്ചു. അതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യം. ആഥൻസ് ഇന്നും ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നത് ഈ ഒരു വസ്തുതയാണ്. ഇവിടെയാണ്, ഈ മണ്ണിലാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന കൺസെപ്റ്റ് സംജാതമായത്. അതാണ് അവരുടെ അഭിമാനം. ലോകത്തിന് മുന്നിൽ അവർക്ക് ആഥൻസിനെ അവതരിപ്പിക്കാനുള്ളത് ഈ അവകാശവാദത്തിൻ്റെ പേരിൽ മാത്രമാണ്. അവിടെ നിന്നാണ് ജനാധിപത്യം വികസ്വരമാകുന്നത്. യൂറോപ്പിലേക്ക് കടക്കുമ്പോഴും പശ്ചിമ യൂറോപ്പിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന നാഗരികത, ആ സംസ്കാരം, അതൊക്കെ വികാസം പ്രാപിച്ചത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന ആശയത്തിൻ്റെ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1215 ഇംഗ്ലണ്ടിൽ ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് അവിടുത്തെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ചേർന്ന് ഒരു പ്രമാണത്തിൽ ഒപ്പുവെപ്പിച്ച കാര്യം നമുക്കറിയാം. മാഗ്ന കാർട്ട എന്നാണ് ആ പ്രമാണത്തിൻ്റെ പേര്. മാഗ്ന കാർട്ടയിൽ പല അവകാശങ്ങളും രാജാവിന് അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു.
അവിടെ നിന്നാണ് പാർലമെന്റിന്റെ തുടക്കം. കാരണം രാജാവിന് ആവശ്യമായ ഭടന്മാരെയും രാജാവിന് ആവശ്യമായ പണവും എത്തിച്ചു കൊടുക്കുക എന്നത് പ്രഭുക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ആ പ്രഭുക്കന്മാരാണ് രാജാവിനെ ബലമായി തടഞ്ഞു വെച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ പണം നൽകണമെങ്കിൽ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം, ഞങ്ങളുടെ അനുവാദത്തോടെ അംഗീകാരത്തോടെ മാത്രമേ പണം ചെലവാക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് എന്ന ആ ആശയത്തിലേക്കുള്ള ഒരു തുറവി ആയിരുന്നു അത്. ഇന്നും അങ്ങനെയല്ലേ? പാർലമെൻറ്റിൽ ബജറ്റ് പാസ്സാക്കിയെങ്കിൽ മാത്രമേ സർക്കാരിൻ്റെ കയ്യിലുള്ള ഖജനാവിനുള്ള പണം ചെലവാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് പാർലമെൻ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം അത് തന്നെയാണ്, പണം. അപ്പോൾ 1215 മാഗ്ന കാർട്ടയ്ക്ക് ശേഷമാണ് ഈ ഒരു കൂടിയാലോചനാ സമിതി അവിടെ വരികയും അത് പിന്നീട് പാർലമെൻറ്റായി മാറുകയും ചെയ്തത്. അന്ന് 1215 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ ഒന്നും മാധ്യമങ്ങളില്ല, പത്രങ്ങളില്ല. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ പാർലമെൻറ്റ്സ്, പാർലമെൻറ്റുകളുടെ മാതാവ് എന്നാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് ജാഥയായപ്പോഴും മാധ്യമങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അങ്ങനെ പലതുമുണ്ട്. മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, മാധ്യമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന ഒരു അവകാശവാദത്തെ വകവെച്ചു കൊടുക്കുന്നുണ്ട്. ദീപിക ദിനപത്രത്തിൽ ദീർഘകാലം മാധ്യമപ്രവർത്തകനായിരുന്ന തോമസ് ദേവപ്രസാദാണ് ഈ പ്രാവശ്യം മൈ സ്റ്റോറിയിൽ തന്റെ മാധ്യമ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അക്കാലത്ത് തലസ്ഥാനത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിരുന്ന KC സെബാസ്റ്റ്യന് കീഴിൽ ഒരു ജൂനിയർ റിപ്പോർട്ടറായി ജോലി തുടങ്ങിയ കാലം അദ്ദേഹം ഓർമ്മിക്കുന്നു. അന്നത്തെ പത്രപ്രവർത്തകർ തമ്മിൽ പുലർത്തിയിരുന്ന സ്നേഹാദരപൂർണമായ ബന്ധങ്ങളെക്കുറിച്ച് ദേവപ്രസാദ് പറയുന്നു. തിരുവനന്തപുരത്തേക്ക് ആദ്യം നിയമിച്ച തന്നെയല്ലായിരുന്നു, വേറൊരാളെ വെച്ചു. അയാളോട് വന്നിട്ട് സുഭാഷ് സാറുമായിട്ട് പിടിച്ചില്ല, അയാൾ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അന്ന് KC സെബാസ്റ്റ്യൻ MP ആണ്, കേരള കോൺഗ്രസിൻ്റെ MP ആണ്, ഇവിടുത്തെ ബ്യൂറോ ചീഫാണ്. ഒരു മകനെ പോലെ വാത്സല്യത്തോടെ എന്നെ സാറ് ഇതിലേക്ക്, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ കമ്പനികളിലേക്കെല്ലാം ഈ നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മുടെ മക്കൾ കയറുന്നതിൽ കയറാൻ പറ്റും. സാറിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പത്രപ്രവർത്തന രംഗത്തെ വിടരുത്. ഞാൻ പറഞ്ഞു മലയാറ്റൂർ, പിന്നെ തകഴി, പിന്നെ ഞാൻ വരുന്നതിന് കേശവദേവൻ മരിച്ചുപോയി. പിന്നെ ഇവർ വന്നു കഴിയുമ്പോൾ തന്നെ ഉത്സവം പോലെയാണ്. തകഴി ചേട്ടൻ ആ താഴെ ദേവസ്യാച്ചോ എന്ന് വിളിക്കും. സെബാസ്റ്റ്യനെ സാറിൻ്റെ ഒരു ഓമന പേരാണ് ദേവസ്യാച്ച. ദേവസ്യാച്ച എന്ന് വിളിക്കുമ്പോഴത്തേനും സാർ കൂട്ടിച്ചെന്ന് തകഴിയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നൊക്കെ വലിയ ആദരവോടെയാണ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അന്നേരത്തെ അന്ന് ഞാപ്പാടെ ഓഫീസിൽ പ്യൂണുള്ളത് ഉച്ച കഴിഞ്ഞാൽ, കാലത്തെ പ്യൂണില്ല. അപ്പം സാറിനൊരു വിഷം എന്നെ മുറുക്കാൻ മേടിക്കാൻ വിടാനായിട്ട്, മുറുക്കാനില്ല വീട്ടിൽ. അപ്പം സാറ് തകഴിച്ചേട്ടന് മുറുക്കാൻ വേണമല്ലോടാ ഇങ്ങനെ പറയുള്ളൂ. അതിനാ സാറേ ഞാൻ പോയി മേടിക്കാം എന്ന് പറഞ്ഞ് അമ്മ നല്ല പോലെ നോക്കി മേടിച്ചോണ്ട് വരണം എന്നൊക്കെ. നമുക്ക് പോലെ നോക്കാനൊന്നും കാര്യം അമ്മ മുറുക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അങ്ങനെ വന്നു തകഴിച്ചേട്ടൻ ഇങ്ങനെ. അപ്പോൾ ഇവർ അവരുടെ ഒരാൾ. പിന്നെ G. വിവേകാനന്ദൻ അറിയാമല്ലേ? G. വിവേകാനന്ദൻ സാറും സുഭാഷ് സാറുമായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നമ്മളെ കാര്യം. അതുപോലെ അരവിന്ദനില്ലേ, അരവിന്ദൻ സാറിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അരവിന്ദന് അവസാനമായിട്ട് ചെയ്ത ഇൻ്റർവ്യൂകളിലൊന്നും ഞാൻ ചെയ്ത ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു ദിവസം ഇവർ ഈ ട്രിവാൻഡ്രം ക്ലബ്ബ് അറിയാമല്ലോ, അവിടെ അവർ പോയി കമ്പനി കൂടി കഴിയുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പം എന്നോടൊരു ദിവസം വന്നിട്ട് പറഞ്ഞാ, അരവിന്ദൻ ഇങ്ങനെയായിട്ടൊരു പുതിയ പടം ചെയ്യാൻ പോകുന്നുണ്ട്, നിനക്കൊരു പോയി ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് ചോദിച്ചു. ഈ കൽപ്പിക്കല്ല കേട്ടോ, പുള്ളി ഇങ്ങനെ ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്കത് വലിയൊരു പ്രിവിലേജാണ് സാറേ, അരവിന്ദനായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ. ഞാൻ അവിടെ ചെന്നു, അരവിന്ദൻ അവിടെ ചെന്നപ്പോൾ അരവിന്ദൻ ഇവിടെ ഉള്ളൂർ ആ എടപ്പഴി, ഞാൻ പ്രദേശം കണ്ട വീട് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അരവിന്ദൻ്റെ ഒരു എനിക്കൊന്ന് എസ്തപ്പാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. അത് ഈ ക്രിസ്തുവായിട്ട് കുറേ സാമ്യങ്ങളുള്ള ചില പ്രതീകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷേ എനിക്ക് അന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആ രീതിയിലൊരു റിവ്യൂ എഴുതിയപ്പോഴത്തേക്കും അരവിന്ദൻ്റെ പ്രസാദ് ഇങ്ങനെ ഒരു ഇതിനകത്തൊരു പ്രസാദം ഇത് ആദ്യം ചൂണ്ടിക്കാണും, ഞാനങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നുള്ള മട്ടി പറഞ്ഞു. ഇവിടുത്തെ പത്രപ്രവർത്തന രംഗത്തെ മഹാകുലപതികളെല്ലാം സാറിൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. ഇപ്പം നമ്മൾ കേരള മുന്തി തുടങ്ങിയ KG പരമേശ്വരൻ നായർ,
കെ ജി പ്രേമനാഥരുടെ കൂടെ ആശാനാണ് VS വിജയരാഘവൻ സാറ്, PT വർഗീസ്. അങ്ങനെ അങ്ങനെ അവർ മൂന്നുമാണ് ശരിക്കും ബ്യൂറോ ചെയ്യുന്നത്. അപ്പോൾ കേരള കൗമുദിയുടെ ബ്യൂറോ വിയുടെ ബ്യൂറോയും കൂടെ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂറോ പോലെയാണ്. ഇവിടെ എന്ത് കിട്ടിയാലും അവിടെ കൊടുക്കും, അവിടെ എന്ത് കിട്ടിയാലും ഞങ്ങൾക്കും തരും. പിന്നെ അതുപോലെ PC സുകുമാരൻ നായർ, മാതൃഭൂമിയിലുണ്ട് PC സുകുമാരൻ നായർ. അങ്ങനെ ഈ സെബാസ്റ്റ്യൻ സാറുമായിട്ടൊക്കെ ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അതുപോലെ ഹിന്ദുവിലുണ്ടായിരുന്നൊരു മൂർത്തി സാറ്, വി കൃഷ്ണമൂർത്തി, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരിക്കലും മറക്കാനാവാത്തവരുണ്ട് KC ജോൺ, ഈ മെൽറ്റിംഗ് പോട്ട് എന്നൊക്കെ പറഞ്ഞ് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി ഗ്രന്ഥം എഴുതിയ KC ജോൺ എന്നൊക്കെ പറഞ്ഞ് ദീപയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും KC ജോൺ അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ജോൺ സാർ അങ്ങനെ ഇരിക്കുകയല്ല, ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്തോരം വിവരങ്ങൾ, എന്തുമാത്രം ശരിക്കും അവർ തമ്മിലൊക്കെയുള്ള സംസാരം കേട്ടാൽ മതി, നമുക്ക് ഒത്തിരി ഇൻസൈഡ് സ്റ്റോറീസ് കിട്ടും. ഈ കേരള പൊളിറ്റിക്സിൻ്റെ ഇൻസൈഡ് സ്റ്റോറി. അതിനകത്ത് കൗതുകകരമായ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ PT ചാക്കോയുടെ ഒരു വിവാദപരമായ PG സംഭവമുണ്ട്. PG സംഭവം ഇവർ പറയുന്നത് അതായത് ഈ അന്ന് ഈ ഭൂനയ ബില്ല് പാസ്സാക്കിയതിന് ശേഷം PT ചാക്കോയും സെബാസ്റ്റ്യൻ സാറും ജോൺ സാറും കൂടെയാണ് ഹോളിഡേ പോകാനിരുന്നത്. അപ്പം ഈ യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേദിവസം സെബാസ്റ്റ്യൻ സാറിന് ലൂസ് മോഷനായി. അപ്പോൾ സാറിന് പോകാൻ പറ്റിയല്ല. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇവരും കൂടെ പോയെങ്കിൽ പിന്നെ ആ പത്മമേനോൻ കയറുന്ന പ്രശ്നം ഉണ്ടായാലായിരുന്നു, അപകടം ഉണ്ടായാലായിരുന്നു. എന്നാണ് പിന്നെ സാറ് പറഞ്ഞ് PG സംഭവം ഒഴിവാകുമായിരുന്നു എന്നാണ് ഈ ജോൺ സാർ പറയുന്നത്. ജോൺ സാറൊക്കെ പറഞ്ഞായതുകൊണ്ട്, കാരണം ഇങ്ങനെ തമാശനൊന്നും പറഞ്ഞല്ല, അതൊക്കെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞ. പിന്നെ അന്ന് CRN പിഷാരടി എന്ന് പറഞ്ഞൊരു മഹാരഥനുണ്ട്, നമ്മുടെ ദേവൻ പിഷാരടിയുടെ അച്ഛൻ. പിഷാരടി സാറ് സെബാസ്റ്റ്യൻ സാറുമായിട്ട് ഭയങ്കര, അവർ അടുത്തടുത്ത്, ഞങ്ങൾ ടൂറിസ്റ്റിൻ്റെ അടുത്തായിരുന്നു അന്ന് പിഷാരടി സാർ താമസിക്കുന്നത്. പിഷാരടി സാറിന് ഒരു ദിവസം പിന്നെ നിയമസഭയിൽ പോകാൻ പറ്റിയില്ല. അപ്പം പിഷാരടി സാറ് വിളിച്ചു പറഞ്ഞു, സെബാസ്റ്റ്യ നീ എഴുതുന്ന റൗണ്ട് ട്രിപ്പ് ജനയുഗത്തിനൊന്ന് കൊടുത്തേക്കണം. അപ്പോൾ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു, അപ്പോൾ അവിടുന്ന് സ്റ്റാഫ് വരുമ്പോൾ റൗണ്ട് അപ്പ് എടുത്തുണ്ട്. അന്ന് ഈ ജനയുഗത്തിലെ സ്റ്റാഫിനൊരു പറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദീപിയിലെല്ലാം വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ ദീപിയെ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എഴുതിയിരിക്കുന്ന അതേപടി അച്ചടിച്ചു വന്നു. അപ്പോൾ പിറ്റേ ദിവസം നിയമസഭ വെച്ച് കണ്ടപ്പോൾ MN സാറിനോട്, സെബാസ്റ്റ്യൻ സാറിനോട് പറഞ്ഞു, സെബാസ്റ്റ്യൻ ദീപ് ജനയുഗത്തെ സഹായിക്കുന്നതിനൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് തരുമ്പോൾ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് വെട്ടണം കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എഴുതണം ഞങ്ങളെക്കുറിച്ച്. ഇതായിരുന്നു അന്നത്തെ. അതുപോലെ മോഹനേട്ടനെ ഓർക്കുന്നുണ്ടോ? ദേശാഭിമാനിയുടെ KM മോഹനേട്ടൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഒരാളേ ഉള്ളൂ ദേശാഭിമാനിക്ക്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ സെബാസ്റ്റ്യ ദേശാഭിമാനിക്ക് അത്യാവശ്യമുള്ളതെന്ന് കൊടുത്തേക്കണം. അപ്പം നല്ല ഇടതുപക്ഷ ലൈനിൽ എഴുതി കൊടുക്കുമായിരുന്നു മോഹനേട്ടനെ ആശാനേനെ വിളിക്കുള്ളായിരുന്നു എപ്പോഴും സെബാസ്റ്റ്യൻ സാറിന്. അപ്പം അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇപ്പം കേരളകൗമുദിയിലെ KG സാറും വിജയരാഘവൻ സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരങ്ങളുടെ ബന്ധം ഇത്രയും ഡീപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ KGയുടെ ഒരു കഥ പറയാം. KG വീട് പണിയുമ്പോൾ KG എന്നോട് പിന്നെ സെബാസ്റ്റ്യൻ സാർ ചോദിച്ചു, KG വലിയ വീടൊക്കെ പണിയാണല്ലോ, എൻ്റെ സഹായം ഒന്നും വേണ്ടേ, ഇവിടെ പൈസ ചുമ്മായിരിക്കുക. അപ്പോൾ ഞാൻ സെബാസ്റ്റ്യ എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കൂടെ കടം മേടിച്ച് ഞാനെങ്കിൽ KG കൊണ്ടാകുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് പുള്ളിക്ക് കുറച്ച് കാശ് കൊടുത്തു. കാശത്തിൽ 20,000 രൂപയാണ്. ഇന്നത്തെ കാലത്ത് വലിയ എമൗണ്ട് അല്ല, ഇന്നത്തെ കാലത്ത് വലിയ എമൗണ്ട് അല്ല, അന്ന് വലിയ എമൗണ്ടാണ്. അപ്പോൾ പോയി. അത് കഴിഞ്ഞാണ്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ സാറ് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരിങ്ങനെ പൈസ പോയതിൻ്റെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ KGക്ക് അത് ചെക്ക് വഴി കൊടുത്തതുകൊണ്ട് അത് അറിയാം. പക്ഷെ അവർ മിണ്ടിയില്ല, KG ആയതുകൊണ്ട് അവർ മിണ്ടിയില്ല. അപ്പോൾ ഒരു ദിവസം KG വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പിന്നെ സെബാസ്റ്റ്യൻ സാറിൻ്റെ ഒരു നീസ് മേരിക്കുട്ടി എന്ന് പറഞ്ഞു, നമ്മുടെ ഈ പിന്നെ തിയോഫിലസ് കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു മേരിക്കുട്ടി. അവരുടെ ഹസ്ബൻഡ് ജോർജ് വർഗീസ് എന്ന് പറഞ്ഞൊരു ചീഫ് എഞ്ചിനീയർ. അവിടെ വരെ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ? അത് ഞാൻ പ്രസാദോടെ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ പോരാം. ഇപ്പോൾ സാറ് പറഞ്ഞാൽ നമ്മളങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ സാറ് പറഞ്ഞു, സെബാസ്റ്റ്യൻ എനിക്ക് എൻ്റെ 20,000 രൂപ തന്നിട്ടുണ്ട്, എനിക്ക് പക്ഷേ ഇപ്പോൾ അത് തരാൻ മാർഗ്ഗമില്ല, ഒരു ചിട്ടിയുണ്ട്, അത് പിടിച്ചു കഴിയുമ്പോൾ ഞാൻ ആ പൈസ കൊണ്ടുവന്ന് തരും. അവർ പറഞ്ഞു, ഞങ്ങൾ KGയോട് ചോദിച്ചല്ലോ. അപ്പം എനിക്ക് ചോദിച്ചില്ല, പക്ഷെ ഞാനൊന്ന് പറയണമല്ലോ. അന്നത്തെ പത്രക്കാരുടെ ഒരു സത്യസന്ധത. ഇതിപ്പോൾ KG പറഞ്ഞില്ലെങ്കിൽ അവർ ചോദിക്കാനും പോകുന്നില്ല. KGക്ക് ഇപ്പോൾ 20,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു വലിയ എമൗണ്ടാണ്. ഇന്നത്തെ പിള്ളേർക്കാവുന്ന വലിയ എമൗണ്ടല്ല. അപ്പോൾ KG എന്നോട് പറഞ്ഞാൽ, ഞാൻ പ്രസാദത്തിന് ഞാനിവിടെ വന്നെന്ന് ഇവരോട് പറഞ്ഞെന്ന് നോക്കി, എനിക്കൊരു സാക്ഷി വേണം. അതിനെ ഞാൻ പ്രസാദിനെ കൊണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ കാശ് കൊടുക്കാൻ നേരത്തെ തന്നെ കൊണ്ടുപോയി ഈ 20,000 രൂപ KGക്ക് അത് ചുറ്റി പിടിച്ച്. അതാണ് അവർ ഉള്ള ബന്ധം. പക്ഷേ KGയുടെ വീട്ടിൽ നിന്നാണ് സെബാസ്റ്റ്യൻ സാറിന് പലപ്പോഴും കാപ്പി കൊണ്ടിരുന്നത്.
ഈ ഓഫീസ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ പുട്ട് പുള്ളിക്ക് ഇഷ്ടം മറ്റാ, അത് കൊണ്ടുവന്ന് വെക്കും. ചിലപ്പോഴേ കഴിക്കുള്ളൂ, അത് എവിടുത്തെ ഭക്ഷണമായാലും. അപ്പം ജീവിതത്തിലൊക്കെ ഇതൊരു നമ്മളെ സ്വാധീനിക്കുക, നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അവരെല്ലാം, ഇവരുടെ ഈ സത്യസന്ധത, അതുപോലെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്. ഈ നിയമസഭ കാലത്ത് 8 മണിക്ക് തുടങ്ങിയാൽ 8-നാണോ 8:30-ക്കാണോ എന്ന് എനിക്ക് കൃത്യം ഓർക്കുന്നത്, 8:30-ക്കാണോ 8-ന് തുടങ്ങിയാൽ ഒരു അന്നത്തെ കാലത്തൊക്കെ എന്നാന്ന് വെച്ചാൽ 12:30 എന്ന് പറഞ്ഞാൽ 1 മണിയാകുമ്പോൾ തീരും. ഇത് വന്നു കഴിഞ്ഞാൽ നിയമസഭ മുഴുവൻ എഴുതി കൊടുക്കാതെ ഭക്ഷണം കഴിക്കില്ല, മുഴുവൻ എഴുതി കൊടുക്കും. എല്ലാവരുടെയും പ്രസംഗം റൗണ്ട് അപ്പ് വരെ എഴുതി വെച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. കഴിഞ്ഞ വർഷം പാലസ്തീനിലായിരുന്നു ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതി. 75,000-ത്തിലധികം പേരെ കൊലപ്പെടുത്തി ഗാസയെ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ യുദ്ധം ഇറാനിലാണ്. ആ വാർത്താ ചിത്രങ്ങളെക്കുറിച്ചാണ് ചിത്രജാലകത്തിൽ ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധം കാരണം സമീപത്തുള്ള രാജ്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണിപ്പോൾ. ആക്രമണത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന ഒരു കാർ സർവീസ് സെന്ററിന്റെ ദൃശ്യം മിക്ക പത്രങ്ങളിലും കണ്ടു. ലെബനനിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നതിന്റെ റോയിറ്റേഴ്സ് പകർത്തിയ തത്സമയ ദൃശ്യവും മിക്ക പത്രങ്ങളിലും കണ്ടു. ഇറാഖിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഇറാൻ അനുകൂല സംഘടന നടത്തിയ ആക്രമണത്തിന്റെ AFP പങ്കുവച്ച ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു. ലെബനനിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കാറിന്റെ ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടു. യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിൽ ഇപ്പോൾ ജനരോഷം ഇരമ്പുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു. യുദ്ധത്തിന്റെ പ്രതിസന്ധി കുക്കിംഗ് ഗ്യാസിന്റെ രൂപത്തിൽ നമ്മളും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ചില ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടു. കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അതിന്റെ വാർത്തകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറയെ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി കൊടിതോരണങ്ങൾ തയ്യാറാക്കുന്ന തയ്യൽക്കാരന്റെ അരവിന്ദ് ബാല പകർത്തിയ ചിത്രം മനോരമയിൽ കണ്ടു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലെ സുരക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വിഘ്നേഷ് കൃഷ്ണമൂർത്തി പകർത്തിയ ചിത്രവും മനോരമയിൽ കണ്ടു. തിരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം വേനൽ ചൂടും കലശലായി. കേരള കൗമുദി ഫോട്ടോഗ്രാഫർ റാഫി M. ദേവസി പകർത്തിയ ഒരു വേനൽ ചിത്രം വ്യത്യസ്തമായി. പൗരോഹിത്യത്തിന്റെ ഔന്നത്യങ്ങളിൽ സ്ത്രീകൾ കടന്നുവരുന്നത് ഒരു പുതിയ വാർത്തയാണ്. ഇംഗ്ലണ്ടിലെ കാൻഡർബറി ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്ത സാറ മുലാലി വിശ്വാസികൾക്കൊപ്പം സെൽഫി എടുക്കുന്ന AFP പങ്കുവച്ച ചിത്രം മാധ്യമങ്ങളിൽ കണ്ടു. ആ വാർത്താ ചിത്രം പുതിയ കാലത്തിന്റെ ദിശാസൂചകമാണ്. ഭാഷാജ്ഞാനവും എഴുത്തിലെ ജാഗ്രതയും മാധ്യമപ്രവർത്തനത്തിൽ അനിവാര്യമാണ്. എന്നാൽ ഇവ രണ്ടിന്റെയും അഭാവം പ്രതിഫലിക്കുന്ന തരം തെറ്റുകൾ മാധ്യമങ്ങളിൽ കടന്നുകൂടുന്നു. ഇക്കാര്യമാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വാക്കിലെ ശരി വീണ്ടും എത്തുന്നത്. ഈ കാലത്തിനിടയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ സംസ്ഥാനമായ കേരളം ഇനി എല്ലാ രേഖകളിലും കേരളം എന്ന് തന്നെ അറിയപ്പെടും എന്നതാണ്. ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നത് വലിയൊരു വാർത്തയായിരുന്നു. കേരളം എന്ന സംസ്ഥാനം മലയാളിക്ക് മാത്രമായിരുന്നു കേരളം. ഇംഗ്ലീഷിൽ അത് കേരളയായിരുന്നു, ഹിന്ദിയിൽ കേരൾ, അങ്ങനെ പല രീതിയിൽ പറഞ്ഞിരുന്നതൊക്കെ മാറി ഇനി എല്ലാവരും കേരളം എന്ന് പറയുമെന്നതാണ് സന്തോഷകരമായ ഒരു കാര്യം. ഈ തീരുമാനം വാർത്തയായി വന്നപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിനെ എഴുതിയത് കേരളം സ്റ്റോറി എന്ന രീതിയിലാണ്. ദ കേരളം സ്റ്റോറി ഗെറ്റ്സ് ക്യാബിനറ്റ് നോഡ് എന്നായിരുന്നു അവിടുത്തെ ശീർഷകം. മറ്റൊരു പത്രത്തിൽ എൻ്റെ കേരളം എന്നൊരു ശീർഷകമുണ്ട്. തൊട്ടുപുറത്ത് കേരള എന്ന പ്രയോഗം ഇനിയില്ല എന്നുമുണ്ട്. നമ്മുടെ കേരളം ഇനി അവർക്കും എന്നായിരുന്നു മറ്റൊരു പത്രത്തിൽ കണ്ടത്. അവർക്കെന്ന് പറഞ്ഞാൽ കേരളീയർ അല്ലാത്ത മറ്റു സംസ്ഥാനക്കാർക്ക്. ഇനി കേരളം എന്നായിരുന്നു മാതൃഭൂമി എഴുതിയിരുന്നത്. ഒരു തിരുത്ത് പോലെയാണ് ദേശാഭിമാനി പറഞ്ഞത്. കേരള അല്ല, ഇനി കേരളം. ഈ പേരുമാറ്റം പലയിടത്തും ചർച്ചയായിരുന്നു. എന്ന് മാത്രമല്ല, കേരള എന്ന പ്രയോഗം ഇനി ഉണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. എന്നാൽ പല കാര്യങ്ങൾ എഴുതുമ്പോഴും കേരള എന്ന് നമുക്ക് എഴുതേണ്ടി വരുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരളം എന്ന് ഇംഗ്ലീഷിൽ എഴുതാം, പക്ഷേ കേരളം ഗവൺമെൻറ് എന്ന് എഴുതാൻ പറ്റില്ല. കേരള സർക്കാർ എന്ന് തന്നെയായിരിക്കും തുടർന്നും എഴുതുക. കാരണം സന്ധിയുടെ നിയമങ്ങളുടെ കാര്യത്തിൽ സന്ധി ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് കേരള സർക്കാർ എന്ന് തന്നെയായിരിക്കും വീണ്ടും എഴുതുക. സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ ആവേശം പത്രങ്ങളിലെല്ലാം കാണാനുമുണ്ട്.
തിരഞ്ഞെടുപ്പിനെ പല രീതിയിൽ വിശേഷിപ്പിക്കുന്നത് പത്രങ്ങളുടെ ഒരു രീതിയാണ്. അതായത് ഒരു പൊതു ശീർഷകം നൽകും. മലയാള മനോരമ ജനഗണ മനം എന്ന് എഴുതി കണ്ടു. കേരള കൗമുദിയിൽ വാട്സാപ്പ് 2026 എന്ന് കണ്ടു. അത് വാട്സാപ്പ് അല്ല, വോട്ട് എന്നാണ് അവിടെ കാണുന്നത്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടായിരിക്കും മാധ്യമം എഴുതുന്നത് ഏപ്രിൽ 9 എന്നാണ്. വോട്ട് ഓൺ കേരള എന്ന് ദേശാഭിമാനിയിലും എഴുതി കാണുന്നു. തിരഞ്ഞെടുപ്പിന്റെ ചൂട് വരുന്നത് പോലെ തന്നെ അന്തരീക്ഷത്തിലെ ചൂടും വളരെ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു പത്രം മഞ്ഞ നിറത്തിലുള്ള ഒരു ശീർഷകമാണ് നൽകിയത്. എന്നിട്ട് അവിടെ എഴുതിയിരുന്നത് ചുട്ട് പഴുത്ത് യെല്ലോ എന്നാണ്. ഇടയ്ക്കൊരു ആശുപത്രിയിൽ തീപിടിച്ച സംഭവം ഉണ്ടായി. അവിടെ നിന്ന് രോഗികളെ പെട്ടെന്ന് മാറ്റി അത്യാഹിതം കഴിവതും ഒഴിവാക്കി കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. പക്ഷേ ആ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ അവിടെ പരിഹരിക്കാതെ കിടക്കുന്ന ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നി. ആ ആശുപത്രിയിൽ റാമ്പ് ഇല്ലാത്തതിനാൽ സ്ട്രെച്ചറുമായി താഴേക്ക് പടികൾ ഇറങ്ങി വരേണ്ടി വന്നു എന്ന മട്ടിലൊരു വാർത്ത കണ്ടിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് റാമ്പില്ല, സ്ട്രക്ചറുമായി പടികൾ ഇറങ്ങി എന്നാണ്. ഈ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഇരിക്കുന്ന ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സ്ട്രക്ചർ എന്നാൽ ഘടന, കെട്ടിടത്തിന്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയാറുണ്ട്. എന്തിന്, മനുഷ്യന്റെ സ്ട്രക്ചറിനെ പറ്റി പോലും പറയാറുണ്ട്. ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സാധനം സ്ട്രെച്ചറാണ്. അതായത് ഒരാൾക്ക് സ്ട്രെച്ച് ചെയ്ത് നിവർന്ന് കിടക്കാവുന്ന രീതിയിലുള്ള സ്ട്രെച്ചർ. ആംബുലൻസിൽ ഉപയോഗിക്കുന്ന വീലുള്ള സ്ട്രെച്ചറുണ്ട്, അല്ലാതെ മടക്കിയെടുക്കാവുന്ന സ്ട്രെച്ചറുണ്ട്, പിന്നെ സ്കൂപ്പ് സ്ട്രെച്ചർ, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെച്ചറുമുണ്ട്. അതിനെയൊക്കെ വിളിക്കുന്നത് സ്ട്രെച്ചർ എന്നാണ്. ഏത് രീതിയിലാണാവോ സ്ട്രക്ചർ എന്നതിനെ വിശേഷിപ്പിക്കാൻ ഈ മാധ്യമപ്രവർത്തനം തോന്നിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പറഞ്ഞു വരുമ്പോൾ സ്ട്രക്ചറലായി തന്നെ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതില്ലല്ലോ. അമേരിക്കക്കാർക്ക് ഒരു ശീലമുണ്ട്. അവരുടെ പ്രസിഡന്റുമാരുടെ പേര് സൈനിക കേന്ദ്രങ്ങൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കുമൊക്കെ ഇടുന്ന ഒരു രീതി. അങ്ങനെ ജോർജ് ബുഷിന്റെ പേരിലും ഒരു കപ്പലുണ്ട്. ജോർജ് ബുഷിന്റെ പേരിൽ മാത്രമല്ല, വാഷിങ്ടൺ, റൂസ്വെൽറ്റ്, അങ്ങനെ പല ആളുകളുടെ, ജിമ്മി കാർട്ടറുടെ പേരിൽ വരെ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ട്. അമേരിക്കൻ കപ്പലുകളെ USS എന്ന് ചേർത്താണ് പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഷിപ്പ് എന്നുള്ള രീതിയിൽ. USS ജോർജ് H.W. ബുഷ് എന്ന കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത് നമ്മുടെ ഒരു പത്രത്തിൽ വാർത്തയായി വന്നപ്പോൾ അതിനകത്ത് ഒരക്ഷരം കാണാതെ പോയതുപോലെ തോന്നി. H.W. ബുഷ് എന്നാണ് എഴുതുന്നത്. പക്ഷേ W-ന്റെ ഡ കാണാനില്ല, ബ്ലൂ എന്ന് മാത്രമുണ്ട്. വല്ലാത്തൊരു എഴുത്താണത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.